നിലമ്പൂരിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ പ്രതിഷേധവുമായി ജീവനക്കാരും നിക്ഷേപകരും കമ്പനി ഫോർമാന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ഇന്ന് 11 മണിക്ക് പ്രതിഷേധവുമായി എത്തിയത്. നിലമ്പൂർ കാരാട്ടുകൂരിസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും ധനക്ഷേമനിധി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെയും നിലമ്പൂരിലെ ബ്രാഞ്ച് ഓഫീസുകളാണ് കഴിഞ്ഞ 19-ന് പൂട്ടിയത്. ഉടമകളായ എടക്കര സ്വദേശികളായ AR സന്തോഷ്, P മുബഷീർ എന്നിവരാണ് മുങ്ങിയത്. നിലമ്പൂരിൽ മാത്രം 20 കോടിയിലേറെ രൂപയാണ് ഇവർ നിക്ഷേപകരിൽ നിന്നും പിരിച്ചെടുത്തിട്ടുള്ളത്. നിലമ്പൂരിന് പുറമെ കോഴിക്കോട്, വയനാട്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള 13 ബ്രാഞ്ചുകളിലെ നിക്ഷേപകരും ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തു. പ്പെട്ട വ്യക്തികളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പൊ ഓരോരുത്തർക്കും ലക്ഷങ്ങളാണ് കിട്ടാറ്. ഞങ്ങൾ പാവപ്പെട്ട 4 സ്ത്രീകൾ, ജനകീയ ഹോട്ടൽ നടത്തുന്ന 4 സ്ത്രീകൾ അടുപ്പിന്റെ ചൂട് കൊണ്ടുണ്ടാക്കിയ 5 ലക്ഷം രൂപയാണ്. ഞങ്ങൾക്ക് കിട്ടുന്നവരെ എവിടെ നീതി ലഭിക്കുന്നു അതുവരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾ അടങ്ങി നിൽക്കൂല. ഇനി ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ നിലമ്പൂരിലോട്ടാണ് പോണത്. ഞങ്ങൾ അവിടെ ഉപരോധിക്കാനാണ് പോണത്. ഇനി എന്ത് വന്നാലും എവിടെ വരെ പോകണം അവിടെ വരെ പോകാൻ തയ്യാറാണ് ഞങ്ങൾ. ചുങ്കത്തറ പഞ്ചായത്തിലെ പൂക്കോട്ടുമണ്ണയിലെ കമ്പനി ഫോർമാൻ ശ്രീജിത്തിന്റെ വീട്ടിലേക്കാണ് 300ഓളം വരുന്ന സമരക്കാർ എത്തിയത്. പോത്തുകൽ SI മോഹൻദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞതോടെ വീടിന് മുൻപിൽ 1 മണിക്കൂറോളം പ്രതിഷേധിച്ചാണ് സമരക്കാർ മടങ്ങിയത്. അതുകൊണ്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ അണ്ടറിലാണ് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങൾ നേരിട്ട് പോയിട്ട് ഈ കേസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് അന്വേഷിക്കുന്നു. ശ്രീജിത്തിനെ അറസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള ആളുകളെ കൂട്ടാളികളെ അറസ്റ്റ് ചെയ്തിട്ട് നിയമത്തിന്റെ കൂട്ടിൽ പെടുത്തുകയും ആവശ്യമായ പണം കാര്യങ്ങളും കസ്റ്റമേഴ്സ് തിരികെ നൽകാനുള്ള ആവശ്യമായ നടപടി വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂരിലേക്ക് പ്രതിഷേധമായിട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം. അടുത്ത കാലത്ത് കേരളം കണ്ടതിൽ വെച്ച് വലിയ തട്ടിപ്പുകളിൽ ഒന്നാണ് നിലമ്പൂരിൽ അരങ്ങേറിയത്. നിക്ഷേപ തട്ടിപ്പിൽ ഇരയായവരിൽ 90% പാവപ്പെട്ടവരാണ്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.